RSSനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറാൻ സമൂഹം നേരിട്ട് സംഘടനയെ അറിയാൻ ശ്രമിക്കണമെന്ന് RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവത്. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. സംഘത്തിന് ആരും എതിരാളികളല്ല, എല്ലാവരും നാളത്തെ സ്വയം സേവകരാണ് എന്ന സന്ദേശമാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. രാജ്യത്തിന്റെ പ്രശ്നങ്ങളെക്കുറിച്ച് വീടിനുള്ളിൽ ഇരുന്നു കൊണ്ട് പരിതപിക്കുന്നതിന് പകരം തന്നെ ദേശീയ ചിന്തയോടെ സമൂഹം ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന ആഹ്വാനമാണ് അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സംഘശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പ്രഭാഷണ സമ്മേളനത്തിനിടയിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ, അതായത് RSSന്റെ ദർശനവും ലക്ഷ്യവും ഇവിടെ വിശദീകരിച്ചിരിക്കുന്നത്. ഉദയ പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ സംസാരിക്കവേ അദ്ദേഹം RSSനെ കുറിച്ച് വർഷങ്ങളായി തന്നെ പ്രചരിപ്പിക്കപ്പെട്ട തെറ്റിദ്ധാരണകൾ മാറ്റാൻ ഇത്തരം സദസ്സുകൾ കൂടുതൽ സഹായകരമാകുമെന്നും പ്രചരണങ്ങളുടെയും നരേറ്റീവുകളുടെയും അടിസ്ഥാനത്തിലല്ല, ശാഖകളിലും അതേപോലെ തന്നെ അവിടെ നടക്കുന്ന ആ യോഗങ്ങളിൽ നേരിട്ട് കണ്ടുമറിഞ്ഞും RSSനെ വിലയിരുത്തണം എന്നതാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. രാജ്യത്തിന്റെ പുനരുജ്ജീവനത്തിനായാണ് RSS രൂപം കൊണ്ടതെന്നും ദീർഘകാല അടിമത്തത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഡോക്ടർ കേശവ ബൽറാം ഹെഡ്വാർ സംഘടനയ്ക്ക് അവിടെ തുടക്കമിട്ടതും അദ്ദേഹം ഇവിടെ എടുത്തു സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയം അതിന്റെ തനിമയിൽ സംഘടിക്കാതെ ഭാരതത്തിന്റെ പൂർവ്വ വൈഭവം വീണ്ടെടുക്കില്ല എന്ന തിരിച്ചറിവാണ് സംഘടനയുടെ അടിത്തറയെന്നും അദ്ദേഹം ഇവിടെ കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഭാരതം കേവലം ഭൂമിശാസ്ത്രപരമായ അതിരുകളല്ല, അതൊരു ജീവിത ദർശനമാണ്. ഇത് ഹിന്ദു രാഷ്ട്രമാണ്. ഹിന്ദു എന്നത് ഒരു മതപരമായ നിർവചനമല്ല, മറിച്ച് ഈ നാടിന്റെ സാംസ്കാരിക തനിമയുടെ ജീവിത രീതിയുമാണ് എന്ന ഒരു സന്ദേശം കൂടിയാണ് അദ്ദേഹം ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ വൈവിധ്യങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് ഏകത്വത്തോട് ജീവിക്കുന്നതാണ് ഭാരതത്തിന്റെ സ്വഭാവമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നത്തെ ലോകം നേടുന്ന മൂല്യങ്ങളും ജീവിത ദർശനവും ഭാരതത്തിന്റെ പക്കലുണ്ട് എന്നും അത് ലോകത്തിന് നൽകാനുള്ള ഉത്തരവാദിത്തം ഓരോ ഭാരതീയർക്കും ഉണ്ട് എന്നും അഭിപ്രായപ്പെട്ടു. ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ സമൂഹം കരുത്താർജിച്ചു കാണണമെന്നും സംഘടിതമായ സമൂഹത്തിന് മുന്നിൽ വെല്ലുവിളികൾ അവിടെ നിലനിൽക്കില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഹിന്ദു സമൂഹം ഒരുമിച്ച് ചേരുകയും നമ്മൾ ഒരമ്മയുടെ മക്കളാണ് എന്ന സാഹോദര്യ ബോധം ശക്തിപ്പെടുത്തുകയും വേണമെന്ന ആഹ്വാനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അതേസമയം RSS തിരുവനന്തപുരം വിഭാഗം സർസംഘചാലക് P. ഗിരീഷ്, ദക്ഷിണ കേരള പ്രാന്ത് കാര്യവാഹ് TV പ്രസാദ് ബാബു എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. വിവിധ മേഖലകളിൽ നിന്നുള്ള ക്ഷണിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു. സദസ്സിൽ ഉയർന്ന ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും അദ്ദേഹം മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.